പ്രഗത്ഭരായ യുവതാരങ്ങളെ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിക്കാൻ ഡോട്ട്മുണ്ടിനോളം സാധ്യമായ ഒരു ക്ലബ്ബ് ലോക ഫുട്ബോളിൽ വിരളമാണ്. ലെവൻഡോസ്കിയും ഒബമയാങ്ങും ബെല്ലിംഗ്ഹാമും സാൻജോയും ഹാളൻഡുമെല്ലാം മടങ്ങുന്ന നീണ്ടു നിവർന്നു കിടക്കുന്ന താരങ്ങളെ വാർത്തെടുത്തവരാണവർ. ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ വിപ്ലവം തീർത്ത് ബെല്ലിംഗ്ഹാമും ഹാളൻഡും സാൻജോയുമെല്ലാം ലോകത്തിന്റെ മുൻനിര ക്ലബ്ബുകളിലേക്ക് ചേക്കേറുമ്പോൾ ഡോട്ട്മുണ്ടും ഏറെ വളരുകയായിരുന്നു. വ്യത്യസ്തരായ താരങ്ങളെ മികച്ച സ്കൗട്ടിങ്ങിലൂടെ ടീമിലെത്തിച്ച ഡോട്ട്മുണ്ട് മറ്റു ക്ലബ്ബുകൾക്കും ഒരു മാതൃകയാണ്. ബെല്ലിംഗ്ഹാം മാഡ്രിഡിലും ഹാളൻഡ് സിറ്റിയിലുമായി ഡോട്ട്മുണ്ടിലെ പല താരങ്ങളുടെ ട്രാൻസ്ഫറുകളും മികച്ച വിജയം നേടുമ്പോഴും അതിൽ പരാജയപ്പെട്ടൊരു നീക്കമാണ് സാൻജോയുടേത്. മാൻ സിറ്റിയിൽ നിന്നും ആ 17കാരൻ ഡോട്ട്മുണ്ടിനെ തെരഞ്ഞെടുത്തതു മുതൽ ലോകം ആ പയ്യനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. ബുറൂഷ്യയിലെ പ്രകടനം പല വമ്പൻ ക്ലബ്ബുകളും അയാൾക്കായി വല വിരിച്ചതുമാണ്. എന്നാൽ പിന്നീടുള്ള ജേഡൻ സാൻജോക്ക് എന്താണ് സംഭവിച്ചത്? ഡോട്ട്മുണ്ടിൽ മിന്നിക്കത്തിയ ആ യുവതാരത്തിന് മങ്ങലേറ്റത് എങ്ങനെയാണ്? 4 വർഷത്തെ ഡോട്ട്മുണ്ട് ജീവിതത്തിന് ശേഷം യുണൈറ്റഡിലേക്ക് ചേക്കേറിയത് മുതൽ ജേഡൻ സാൻജോ എന്ന പ്രതിഭ പരാജിതനായി മാറുകയായിരുന്നു. തകർച്ചയുടെ വക്കിലുള്ള യുണൈറ്റഡ് ഒലെക്കും റാൾഫിനും ശേഷം അയാക്സ് പരിശീലകനായ ടെൻഹാഗിനെ കൂടി നിയമിച്ചതോടെ സാൻജോയുടെ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. ടെൻഹാഗിന്റെ ടാക്ടിക്സിൽ ആന്റണിയുടെ സാന്നിധ്യം സാൻജോയെ വല്ലാതെ തളർത്തി. ഡോട്ട്മുണ്ടിന്റെ സ്റ്റാർ ആയവൻ 2023-24 പ്രീമിയർ ലീഗ് സീസണിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും ഇറങ്ങാനാവാതെ സാൻജോ എന്ന യുവതാരത്തിന്റെ കരിയർ തകർച്ചയിലേക്കാണെന്നും സംശയിച്ചതാണ്. പലപ്പോഴായി മത്സരങ്ങളിലെ സ്ക്വാഡിൽ പോലും ഇടം നൽകാതെ വന്നതോടെ ടെൻഹാഗിനെതിരെ രൂക്ഷ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ട്രെയിനിങ്ങിലെ മോശം പ്രകടനമാണ് സാൻജോയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതെന്ന ടെൻഹാഗിന്റെ മറുപടിയിൽ അയാൾ ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല. കൂടാതെ അതിനെതിരെ ആഞ്ഞടിച്ചതോടുകൂടി ടെൻഹാഗ് സാൻജോയെ എന്നേക്കുമായി സ്ക്വാഡിൽ നിന്നും പുറത്താക്കി. വലിയ പ്രതീക്ഷകളുമായി യുണൈറ്റഡിലേക്ക് ചേക്കേറിയ ആ 23കാരൻ ടീമിൽ ഒരു സ്ഥാനം പോലും ലഭിക്കാതെ ക്ലബിനോട് മാറി നിന്നാണ് ഇന്നേ വരെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്നത്. ഒടുക്കം 2024 തൻ്റെ പഴയ ക്ലബ്ബ് സാൻജോക്കായി രംഗത്തെത്തിയതിൽ പിന്നെ ഓൾഡ് ട്രാഫോർഡിൽ നിന്നും ഡോട്ട്മുണ്ടിലേക്ക് തിരിച്ചു വരാൻ അയാൾക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. ലോണിൽ ഡോട്ട്മുണ്ടിലേക്ക് തിരിച്ചെത്തിയ സാൻജോ ഇന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. തൻ്റെ പഴയ പ്രതാപകാലം അയാൾ വീണ്ടെടുക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം അയാൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. സാൻജോ തിരിച്ചു വരും.